ടോമിന്റെ അക്കൗണ്ടിലേക്ക് ഓരോ മണിക്കൂറിലും $50,000 വീതം ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം അയാൾ ഒരു ഡേഞ്ചറസ് ആയ ഗെയിമിൽ പങ്കെടുക്കുകയാണ്. ആ ഗെയിമിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ അയാളെ കൊല്ലാൻ വരുന്നവരുടെ കയ്യിൽപ്പെടാതെ 24 മണിക്കൂർ സർവൈവ് ചെയ്യണം. തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്നു. അവിടെ അയാളെ കാത്ത് ഒരു കൊലയാളി നിൽക്കുന്നു. ഈ ഗെയിമിൽ മറ്റു ചില കണ്ടീഷൻസ് കൂടിയുണ്ട്. അയാൾക്ക് പോലീസിനെ വിളിക്കാനോ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനോ കഴിയില്ല. ടോം ഒരു ചർച്ചിനകത്ത് ഒളിക്കുന്നു. പക്ഷെ ഒരു കില്ലർ നേരത്തെ തന്നെ അവിടെ ഉണ്ട്. ടോം പെട്ടെന്ന് തന്നെ അവനെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ടോം അറ്റാക്ക് ചെയ്തത് യഥാർത്ഥ കില്ലറിനെ അല്ല. കില്ലർ ടോമിന്റെ മുന്നിലേക്ക് വരുന്നു. അവൻ ചർച്ചിന്റെ ഗ്രില്ല് അകത്തു നിന്ന് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ടോമിനെ ഒരു ഹാമർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അവന്റെ കൈ ആ ഗ്രില്ലിൽ കുടുങ്ങുന്നു. ആ അവസരം യൂസ് ചെയ്ത് ടോം ആ ഗ്രില്ല് ലോക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ആ കില്ലർ ഹാമർ വെച്ച് ടോമിനെ അറ്റാക്ക് ചെയ്യുന്നു. ടോം തന്റെ മുറിവ് ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ നടക്കാൻ കഴിയാതെ വീണു പോകുന്നു. അതേസമയം ടോം ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്ന് ഒരു കില്ലർ കണ്ടുപിടിക്കുന്നു. ടോം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഒരു ജേഴ്സി മോഷ്ടിച്ചിടുന്നു. അതേസമയം കില്ലർ അവിടേക്ക് വരുന്നു. പക്ഷെ ഒരുപോലെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ടോമിനെ തിരിച്ചറിയാനാവുന്നില്ല. പക്ഷെ ഷോപ്പ് കീപ്പർ മോഷ്ടിക്കപ്പെട്ട ജേഴ്സി തിരിച്ചറിയുന്നു. ആ കില്ലർ അത് കാണുന്നു. ടോം ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒരു കാറിന്റെ ഡിക്കിയിൽ ഒളിക്കുന്നു. കില്ലറിന് അവനെ കണ്ടെത്താനായില്ല. ഒത്തിരി നേരം അതിനകത്തിരിക്കാൻ കഴിയാതെ ടോം പുറത്തിറങ്ങുന്നു. എന്നിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് വന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ടാക്സി മോഷ്ടിക്കുന്നു. എന്നിട്ട് വൈഫിനെ കാണാനായി വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ കില്ലർ തന്റെ അടുത്തെത്തിയത് ടോം അറിഞ്ഞില്ല. കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ടോം ടാക്സി എടുത്തു പോകുന്നു. പക്ഷെ കില്ലർ ഒരു സ്റ്റീൽ സ്പൈക്ക് എറിഞ്ഞ് ടാക്സിയുടെ ടയർ പഞ്ചറാക്കുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ ടോം കില്ലറിനെ തള്ളിയിടുന്നു. പക്ഷെ തന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ മറ്റൊരു കില്ലർ ഉള്ള കാര്യം ടോമിന് അറിയില്ല. ടോം ആ കില്ലറിനെയും കൊല്ലുന്നു. 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ടോം അടുത്തതായി ഒരു പ്രൈവറ്റ് ബോട്ടിൽ ഒളിക്കാനായി വരുന്നു. പക്ഷെ അവിടെയും ഒരു കില്ലർ അവനെ കാത്തു നിൽക്കുന്നു. ബോട്ടിനകത്ത് കയറിയ ടോം ദാഹം കാരണം ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ പോകുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു പെണ്ണ് അവിടേക്ക് വന്ന് ടോമിനോട് ആരാണെന്ന് ചോദിക്കുന്നു. ടോം വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറയുന്നു. പക്ഷെ അവളും ആ ഗെയിമിന്റെ ഭാഗമാണ്. അവൾ ടോമിനെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ ടോമിനെ ഭയങ്കരമായി അടിക്കുന്നു. ടോം ബോട്ടിന് പുറത്തേക്ക് വന്ന് ഒരു ബ്രിഡ്ജിൽ പിടിച്ചു തൂങ്ങുന്നു. പക്ഷെ അവളും അയാളെ ഫോളോ ചെയ്യുന്നു. അവൾ അടുത്തെത്തിയതും ടോം അവളെ ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് പാലത്തിൽ കയറി രക്ഷപ്പെടുന്നു.